ഹായ് മക്കളെ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എജ്യൂമസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് 6 ഇംഗ്ലീഷ് യൂണിറ്റ് 4 ആണ്. ഫോർ ഹാഫ് ദ സ്കൈ, പകുതി ആകാശത്തേക്ക് എന്നാണ് ഈ ഒരു പാഠത്തിൻ്റെ മീനിങ്. ഇതിന് താഴെ നമുക്ക് കുറച്ച് പിക്ചർ തന്നിട്ടുണ്ട്. കുറച്ച് ബലൂൺസ് ആണ്. പല സ്ത്രീകളുടെയും കുട്ടികളുടെയും മുഖങ്ങളുള്ള ബലൂണുകൾ ഇങ്ങനെ ആകാശത്തേക്ക് പറക്കുന്നത്. അത് സ്ത്രീ സ്വാതന്ത്ര്യത്തിനെ ആയിരിക്കാം സൂചിപ്പിക്കുന്നത്. നമുക്ക് അതിന് താഴെയുള്ള സെന്റൻസ് വായിച്ച് നോക്കാം. വിമൻസ് ഫ്രീഡം ഈസ് ദ സൈൻ ഓഫ് സോഷ്യൽ ഫ്രീഡം. സ്ത്രീ സ്വാതന്ത്ര്യം സാമൂഹിക സ്വാതന്ത്ര്യത്തിന്റെ അടയാളമാണെന്നാണ് റോസ ലക്സംബർഗ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത പേജിൽ ദ ഡോർവേ ആക്ടിവിറ്റി ആണ്. On 16 June 1963, Valentina Tereshkova made history by becoming the first woman in space. ഇപ്പോൾ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി വനിതാ ബഹിരാകാശ സഞ്ചാരി വാലന്റീന തെരഷ്കോവയാണ്. 1937 അവർ ജനിച്ചത്. 1963 അവർ സ്പേസിൽ പോയി. വോസ്റ്റോക്ക് 6 എന്നാണ് സ്പേസ് ഷിപ്പിൻ്റെ പേര്. കംപ്ലീറ്റഡ് 48 ഓർബിറ്റ്സ് ഓഫ് ദി എർത്ത്. 48 ഓർബിറ്റുകൾ, ഭൂമിയിലെ 48 ഓർബിറ്റുകളാണ് കംപ്ലീറ്റ് ചെയ്തത്. 20,11,680 കിലോമീറ്ററാണ് 2 ദിവസം കൊണ്ട് അവർ ട്രാവൽ ചെയ്തത്. 22 hours and 50 minutes ആണ് അവരുടെ സമയം. A bird cannot fly with one wing only. Human space flight cannot develop any further without the active participation of women. അപ്പോൾ ഒരു പക്ഷിക്ക് ഒരു ചിറക് കൊണ്ട് മാത്രം പറക്കാൻ സാധിക്കില്ല. മനുഷ്യൻ്റെ ബഹിരാകാശ പര്യടനങ്ങൾ സാധ്യമാകണമെങ്കിൽ, ഇനിയും പുരോഗമിക്കണമെങ്കിൽ സ്ത്രീകളുടെ പങ്കും അതിൽ അനിവാര്യമാണ്. സ്ത്രീകളുടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ അതിനകത്ത് ആവശ്യമാണെന്നാണ് വാലന്റീന തെരഷ്കോവ പറഞ്ഞിട്ടുള്ളത്. ഇനി താഴെ നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. ഈ ചോദ്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. അതിൻ്റെ ഉത്തരങ്ങൾ നമുക്ക് മേലെയുള്ള ആ ഒരു ഇതിൽ നിന്ന് നമുക്ക് കിട്ടും. ഇൻ വിച്ച് ഇയർ വാസ് വാലന്റീന തെരഷ്കോവ? 1937. വാട്ട് വാസ് ദർ അച്ചീവ്മെന്റ്? അവരുടെ അച്ചീവ്മെന്റ് എന്തായിരുന്നു? അവരെന്താണ് ചെയ്തത്? ദ ഫസ്റ്റ് വുമൻ ഇൻ സ്പേസ്, അവരാണ് ആദ്യമായിട്ട് ബഹിരാകാശത്ത് പോയ വനിത. വാട്ട് വാസ് ദ നെയിം ഓഫ് എ സ്പേസ് ഷിപ്പിന്റെ പേരെന്താണ്? വോസ്റ്റോക്ക് 6 എന്നാണ് ആ സ്പേസ് ഷിപ്പിന്റെ പേര്. വാട്ട് ഡിഡ് വാലന്റീന തെരഷ്കോവ മീൻ ബൈ സേയിങ് എ ബർഡ് cannot fly with only one wing? ഒരു ചിറക് കൊണ്ട് മാത്രം ഒരു പക്ഷി പറക്കാൻ സാധിക്കില്ല എന്ന് വാലന്റീന പറഞ്ഞതിനുള്ള അർത്ഥം എന്ത്? One person or one side alone cannot succeed. Cooperation is critical. ഒരാൾക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. മറ്റൊരാളുടെ സഹായമില്ലെങ്കിൽ ഒരു സൈഡിന് മാത്രം ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഒരു വശം കൊണ്ട് മാത്രം, അതായത് ഒരു ആണിന് മാത്രം എല്ലാം ഒരുമിച്ച് ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കില്ല. ഇതിന് സ്ത്രീയുടെ കൂടെ സഹായം ആവശ്യമാണെന്നാണ് അവർ ഉദ്ദേശിച്ചത്. ഹാവ് യു ഹേർഡ് ഓഫ് അതർ വുമൻ ഹു ഹാവ് ഇൻസ്പയറിംഗ് അച്ചീവ്മെന്റ്സ് ലൈക്ക്? നെയിം എ ഫ്യൂ. ഇപ്പം ഇതുപോലെ നമ്മളെ പ്രചോദിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന ഏതെങ്കിലും സ്ത്രീകളെ പറ്റി നിങ്ങൾക്ക് അറിയാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അറിയാം. ആരൊക്കെയാണത്? കൽപ്പന ചൗള, സുനിത വില്യംസ്, മലാല യൂസഫ്സായി, മദർ തെരേസ, സെറീന വില്യംസ്, ഇന്ദിരാഗാന്ധി, പ്രതിഭ പാട്ടീൽ, മാരി ക്യൂറി, പിന്നെ നമ്മുടെ ദ്രൗപദി മുർമു, അന്ന ചാണ്ടിയാണ് ആദ്യത്തെ കേരളത്തിൽ നിന്നുള്ളൊരു അഡ്വക്കേറ്റ്. അപ്പം അങ്ങനെയുള്ള കുറേ സ്ത്രീകളുടെ പേരുകളുണ്ട്. ആ ലിസ്റ്റ് ഇനിയും തീരുന്നില്ല. ഒത്തിരി സ്ത്രീകളുണ്ട് ലിസ്റ്റ്. അപ്പം നമുക്കത് ഒന്നുകൂടി ഗൂഗിൾ ചെയ്തൊന്ന് കണ്ടെത്താം എല്ലാവരുടെയും പേര്. Here is the story of a curious and bright girl, Moina, who loves to learn and explore. She always asks questions and look for new ideas. Let us read more about it. അപ്പം നമുക്ക് മൈന എന്ന് പറഞ്ഞ പേരുള്ള ഒരു കുട്ടിയുടെ കഥയാണ് ഇവിടെ തന്നിട്ടുള്ളത്. അവർക്ക് വായിക്കാനും പഠിക്കാനും എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾ എപ്പോഴും വൈ എന്നുള്ള എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു കുട്ടിയുടെ കഥയാണ് നമ്മളിപ്പോൾ വായിക്കാൻ പോകുന്നത്. മഹാശ്വേത ദേവി എന്നാണ് ഈ റൈറ്ററിന്റെ പേര്. ബട്ട് വൈ? ദി ക്വസ്റ്റ്യൻ കെയിം ഫ്രം എ സ്മോൾ ഗേൾ അബൌട്ട് 10 years old. ഷി വാസ് ചേസിങ് എ ലാർജ്. അപ്പോൾ പക്ഷേ എന്തുകൊണ്ട്? ഈ ചോദ്യം ചോദിക്കുന്നത് ആരാണ്? ഒരു 10 വയസ്സുള്ള പെൺകുട്ടിയാണ്. ആ കുട്ടി എന്താണ് അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരു പാമ്പിനെ ഓടിച്ചിടുകയാണ്. ചേസിങ് എന്ന് പറഞ്ഞാൽ റണ്ണിങ് ആഫ്റ്റർ സമ്മൺ ഓർ സംതിങ്. എന്തെങ്കിലും ഒരു സാധനത്തിന്റെ പുറകെ ഓടുക, എന്തെങ്കിലും സാധനമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യന്റെയോ പുറകെ ഓടുക, അതാണ് ചേസിങ് എന്ന് പറഞ്ഞാൽ. I ran after her, grabbed her plate and held her back shouting.
ഞാൻ അവളുടെ പുറകെ ഓടി, അവളുടെ മുടിയിൽ പിടിച്ചു. മുടി പിന്നിയിട്ടിരിക്കുന്ന മുടിയാണ് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ. പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ പിന്നിയിട്ടിരിക്കുന്ന മുടിയാണ്. പ്ലേറ്റ് 3 or more strands of hair woven together to form a pattern. പിന്നിയിട്ടിരിക്കുന്ന മുടിയിൽ പിടിച്ച് പുറകിലേക്ക് വലിച്ചു ഒച്ച എടുത്തിട്ട്. എന്താണ് ഒച്ച എടുത്തത്? നോ മോയന, ഡോ, പറ്റില്ല മൈന, പറ്റില്ല, വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് വലിച്ചു പുറകിലേക്ക്. വൈ ഷുഡന്റ് ഐ, ഷി ആസ്ക്ഡ്. എന്തുകൊണ്ട് എനിക്ക് പറ്റില്ല, അവൾ ചോദിച്ചു. ഇറ്റ്സ് നോട്ട് എ ഗ്രാസ് സ്നേക്ക് ഓർ എ റാറ്റ് സ്നേക്ക്, ഇറ്റ്സ് എ കോബ്ര, ഐ റിപ്ലൈ. അതൊരു പച്ചിലപ്പാമ്പോ അല്ലെങ്കിൽ അതൊരു ചേരപ്പാമ്പോ അല്ല, അതൊരു മൂർഖൻ പാമ്പാണ്. ആരാ ഇത് പറഞ്ഞത്? നറേറ്ററാണ്. നറേറ്റർ എന്ന് പറഞ്ഞാൽ ഈ കഥ എഴുതിയ ആള്, കഥ എഴുതിയ ലേഡിയാണ് പറയുന്നത്. അതൊരു പച്ചിലപ്പാമ്പോ അല്ലെങ്കിൽ ഒരു ചേരപ്പാമ്പോ ഒന്നും അല്ല, അത് മൂർഖൻ പാമ്പാണ്, പിടിക്കാൻ പോകണ്ടെന്നാണ് പറഞ്ഞ് അവളെ പിന്തിരിപ്പിക്കാൻ നോക്കുന്നത്. വൈ ഷുഡന്റ് ഐ കാച്ച് എ കോബ്ര, എന്തുകൊണ്ടാണ് ഞാനൊരു കോബ്രനെ പിടിച്ചാൽ എന്താ പറ്റുന്നത്? ഒരു കോബ്രനെ എനിക്ക് എന്തുകൊണ്ടാണ് പിടിക്കാൻ പറ്റാത്തതെന്നാണ് ഈ പെൺകുട്ടി തിരിച്ചു ചോദിക്കുന്നത്. നമ്മുടെ മൈന തിരിച്ചു ചോദിക്കുന്നത്. വൈ ഡിഡ് ദ നറേറ്റർ സ്റ്റോപ്പ് മൈന ഫ്രം കാച്ചിങ് എ സ്നേക്ക്, ഒരു പാമ്പിനെ പിടിക്കുന്നതിൽ നിന്നും എന്തുകൊണ്ടാണ് പിന്തിരിപ്പിച്ചത്? നറേറ്റർ സ്റ്റോപ്പ് മൈന ബിക്കോസ് കാച്ചിങ് എ സ്നേക്ക് ഈസ് റിസ്കി ആൻഡ് ഷീ ഷുഡ് ഗെറ്റ് ഹേർട്ട്. ഇറ്റ് വാസ് ടു കീപ് ഹർ സേഫ്. അവൾ സുരക്ഷിതമായി വെക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അവൾ ആ പാമ്പിനെ പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പാമ്പിൻ്റെ കൊത്തുകൊള്ളും, അവൾക്ക് മുറിവ് പറ്റും, അവൾക്ക് അപകടം സംഭവിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ കഥ എഴുതിയ കഥാകാരി ആ കുട്ടീനെ പാമ്പിനെ പിടിക്കാൻ പോകുന്നതിൽ നിന്നും പിന്തിരിപ്പിച്ചു. വൈ ഷുഡ് യു, ഐ വിൽ, ഐ വിൽ, എന്തുകൊണ്ട് നിനക്ക് പിടിക്കാം, അല്ലെങ്കിൽ നിനക്ക് എന്തുകൊണ്ട് ആ പാമ്പിനെ ഓടിച്ചു വിടാം അല്ലെങ്കിൽ തല്ലിക്കൊല്ലാം, എന്തുകൊണ്ട് എനിക്ക് പറ്റില്ല? ഐ വിൽ, ഐ വിൽ, ഞാൻ ചെയ്യും എന്ന് പറഞ്ഞിട്ട് മൈന ഷാഠ്യം പിടിക്കാം. ഐ ഡ്രാഗ് മൈന ബാക്ക് ടു ദ സമിതി ഓഫീസ് വേർ ഐ വർക്ക്. ഞാൻ ജോലി എടുക്കുന്ന സമിതിയുടെ ഓഫീസിലേക്ക് ഞാൻ മൈനനെ എന്ത് ചെയ്തു? ഡ്രാഗ് ചെയ്തു, വലിച്ചുകൊണ്ട് പോവുക. ഡ്രാഗ്, പുൾ സംതിങ് ഓർ സമ്മൺ വിത്ത് ഫോഴ്സ്, ബലത്തിൽ ഇങ്ങനെ ഒരാളെ വലിച്ചോട്ട് പോവുക, അതാണ് ഡ്രാഗ് എന്ന് പറയുന്നത്. ഹെർ മദർ ക്യൂരി വാസ് ദെയർ വീവിങ് എ ബാസ്കറ്റ്. അവളുടെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു. അവളുടെ അമ്മ എന്ത് ചെയ്യായിരുന്നു? അവിടെ സമിതിയുടെ മുറ്റത്തിൽ നിന്നിട്ട് ഒരു ബാസ്കറ്റ് നെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ബാസ്കറ്റ് കൊട്ട നെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. The Samiti was a place where people could come to learn reading and writing and simply to sing and dance together. അപ്പോൾ സമിതി എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു സ്ഥലമാണ്. ആ സ്ഥലത്തെ ആളുകൾ വരും, അവർ വായിക്കാനും എഴുതാനൊക്കെ പഠിക്കും, അതുപോലെ പാട്ട് പാടുകയും ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്ത് അവർ സന്തോഷത്തോടെ ഇരിക്കും. കൈത്തൊഴിലുകളൊക്കെ പഠിക്കുകയും അതൊക്കെ ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ് സമിതി. വാട്ട് വാസ് എ സമിതി? സമിതി എന്തിനു ഉദ്ദേശിച്ചിട്ടുള്ളതായിരുന്നു? സമിതി വാസ് എ പ്ലേസ് വേർ പീപ്പിൾ കുഡ് കം ടു ലേൺ റീഡിങ് ആൻഡ് റൈറ്റിംഗ് ആൻഡ് സിംപ്ലി ടു സിംഗ് ആൻഡ് ഡാൻസ് ടുഗദർ. അതാണ് ആൻസർ. കം ഐ സെഡ് ടു മൈന. അപ്പോൾ മൈനയോട് ഞാൻ പറഞ്ഞു, വാ എന്ന് പറഞ്ഞ് വിളിക്കും. കം ആൻഡ് റെസ്റ്റ് ഫോർ എ ലിറ്റിൽ വൈൽ. കുറച്ച് സമയം നീ ഒന്ന് റെസ്റ്റ് എടുക്കുന്നു പറയും. വൈ, എന്തിനീ? ഞാൻ എന്തിനാ റെസ്റ്റ് എടുക്കുന്നത്? ആർട്ട് യു ടയർഡ്? നിനക്ക് ക്ഷീണമില്ലേ മൈന? ആര് ചോദിച്ചു? ഈ റൈറ്റർ ചോദിക്കണം, എഴുത്തുകാർ ചോദിക്കണം. മൈന ഷുക്ക് ഹർ ഹെഡ് വിഗറസ്ലി. മൈന എന്ത് ചെയ്തു? മൈന അവളുടെ തല ഇങ്ങനെ ആട്ടിക്കൊടുത്തു, ഇല്ല എന്നുള്ള അർത്ഥത്തിൽ. വിഗറസ്ലി എന്ന് പറഞ്ഞാൽ വിത്ത് ഗ്രേറ്റ് എനർജി ആൻഡ് ഫോഴ്സ്. അല്ല, എനിക്ക് എനർജി ഒന്നും ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല, എൻ്റെ എനർജി ഒന്നും പോയിട്ടില്ലെന്ന് കാണിക്കുന്ന രീതിയിലുള്ള ആ ഒരു തലയാട്ടിലായിരുന്നു. ഹൂ വിൽ ബ്രിങ് ദ ഗോഡ് ഹോം, കളക്ട് ഫയർവുഡ്, ഫെച്ച് വാട്ടർ ആൻഡ് ലേ ട്രാപ്സ് ഫോർ ദ ബേർഡ്സ്. ആരാണ് നിങ്ങളുടെ ആടിനെ വീട്ടിൽ കൊണ്ടുവരാൻ പോകുന്നത്? ആരാണ് കത്തിക്കാനുള്ള വിറക് പെറുക്കാൻ പോകുന്നത്? ആരാണ് നദിയിൽ നിന്ന് അല്ലെ പുഴയിൽ നിന്ന് വെള്ളം എടുക്കാൻ പോകുന്നത്? ആരാണ് പക്ഷികളെ പിടിക്കാൻ വേണ്ടി കെണി വെക്കാൻ പോകുന്നത്? ഇതെല്ലാം ആരാ ചെയ്യുന്നത്? Came the questions one after another. ഇതെല്ലാം ചോദിച്ചതാരാണ്? മൈന ഓരോ ചോദ്യങ്ങൾ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. മൈന attended the goats of Babu's the village land. ഇപ്പൊ മൈനയുടെ ജോലി എന്താണ്? മൈന അവിടുത്തെ വില്ലേജ് ലാൻഡിലോട്, അവിടെ ഒരു ഗ്രാമത്തിന്റെ ഒരു പ്രഭു ഉണ്ട്. ഗ്രാമത്തിൽ നമുക്കൊരു വലിയൊരു ആളുണ്ടാവുമല്ലോ, ഗ്രാമവാസികളുടെ ഇടയിലൊരു നേതാവിനെ പോലത്തെ ഒരു വ്യക്തി. ലാൻഡിലോട് ഗ്രാമപ്രഭുവാണ്. ഈ ഗ്രാമപ്രഭുവിന്റെ ആടുകളെ മേയ്ക്കുന്ന പണിയാണ് നമ്മുടെ മൈനക്കുള്ളത്. അപ്പൊ മൈനയാണ് ഗ്രാമപ്രഭുവിന്റെ ആടുകളെയൊക്കെ മേയ്ക്കുന്നത്. വാട്ട് ഡസ് മൈന ഡു ഫോർ ഹർ ഫാമിലി? ഫാമിലിക്ക് വേണ്ടി വീട്ടുപണി എന്തൊക്കെയാണ് മൈന ചെയ്യുന്നത്? ബ്രിങ് ഗോഡ്സ് ഹോം, ആടുകളെ വീട്ടിൽ കൊണ്ടുവരും. കളക്ട് ഫയർവുഡ്, വിറകുകൾ പെറുക്കാൻ പോകും, ശേഖരിക്കാൻ പോകും. ഫെച്ച് വാട്ടർ, വെള്ളം പിടിക്കാൻ പോകും പുഴയിൽ നിന്ന്. ലേ ട്രാപ്സ് ഫോർ ദ ബേർഡ്സ്, കിളികൾക്ക് വേണ്ടിയുള്ള കെണികൾ. ഇതെല്ലാമാണ് മൈന വീട്ടിന് വേണ്ടി ചെയ്യുന്നത്. മൈന വുഡ് എന്ന് പറഞ്ഞിട്ട് വേണം ആൻസർ എഴുതാൻ. മൈന ഡോണ്ട് ഫോർഗെറ്റ് ടു താങ്ക് ദ ബാബു ഫോർ ദ റൈസ് ഹി സെൻഡ്.
കിരി അമ്മ പറയാണ്, മൈന നീ ബാബുയുടെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്കും അപ്പൊ ഒരു മുതിർന്നൊരു വ്യക്തിയാണ്. ഇപ്പൊ ബാബുവിന്റെ അടുത്ത് ചെല്ലുമ്പോൾ നീ അദ്ദേഹത്തിന് നന്ദി പറയാൻ മറക്കരുത്, അദ്ദേഹം നമുക്ക് അരി തന്നു വിട്ടല്ലോ, അപ്പൊ അരി തന്നതിന് നന്ദി പറയാൻ മറക്കരുതെന്ന് അമ്മ പറഞ്ഞു വിടുകയാണ് മൈനയോട്. വൈ ഷുഡ് ഐ, എന്തിന് ഞാൻ നന്ദി പറയണം? സെഡ് മൈന. ഡോണ്ട് ഐ സ്വീപ് ദ കൗഷെഡ് ആൻഡ് ഡു 1,000 ജോബ് ഫോർ ഹിം? ഡസ് ഹി എവർ താങ്ക് മീ? വൈ ഷുഡ് ഐ? ഞാൻ അയാളുടെ വീട്ടിലുള്ള ആട്ടും കൂടൊക്കെ അടിച്ചിടാറില്ലേ, ആ പശുത്തൊഴുത്ത് മൊത്തം വൃത്തിയാക്കണം ഞാനല്ലേ, പിന്നെ ഒരു 100 പണി എടുക്കും അയാൾക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് അയാൾ എപ്പോഴെങ്കിലും എനിക്ക് നന്ദി പറയാറുണ്ടോ? എനിക്ക് എപ്പോഴെങ്കിലും നന്ദി പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ, പിന്നെ ഞാൻ എന്തിനാ തിരിച്ചു പറയണത്? സേയിങ് ദിസ് മൈന റാൻ. ഇത് പറഞ്ഞ് മൈന എന്ത് ചെയ്തു? ഒറ്റ ഓട്ടോ. Mayna had a number of other questions. She put these questions to people around her. മൈനയ്ക്ക് ഇത് മാത്രമൊന്നുമല്ല, ഇതല്ലാതെയും ഒത്തിരി ചോദ്യങ്ങളുണ്ട്. വിരലിലെണ്ണാവുന്ന അധികം ചോദ്യങ്ങൾ, ഒത്തിരി ചോദ്യങ്ങൾ അവളുടെ കയ്യിലുണ്ട്. അതെല്ലാം ഈ അവളുടെ ചുറ്റും വരുന്ന ആളുകളോടൊക്കെ ചോദിച്ചുകൊണ്ടേ. വൈ ഡു ഐ ഹാവ് ടു വാക്ക് സോ ഫാർ ടു ദ റിവർ ടു ഫെച്ച് വാട്ടർ? എന്തിനാ ഞാൻ ഇത്ര അധികം ദൂരം നടന്ന് വെള്ളം പിടിച്ചിട്ട് വരുന്നത്? വൈ ഡു വി ലീവ് ഇൻ എ ലിവ്? എന്തുകൊണ്ടാണ് നമ്മളൊരു ഓലപ്പുരയിൽ താമസിക്കുന്നത്? നോ, വൈ ക്യാൻ ബി ഈറ്റ് റൈസ് ട്വൈസ് എ ഡേ? എന്തുകൊണ്ടാണ് നമുക്ക് 2 നേരം ചോറ് കഴിക്കാൻ പറ്റാത്തത്? എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളാണ് അവൾ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നോ വണ്ടർ ദ പോസ്റ്റ് മാസ്റ്റർ കോൾ ഹർ വൈ ബൈ ഗേൾ. അപ്പൊ പോസ്റ്റ് മാസ്റ്റർ അവളെ കളിയാക്കി വിളിച്ചിരുന്നത് എന്താണ്? വൈ ബൈ ഗേൾ എന്നാണ്. എന്തുകൊണ്ട് പെട്ടു എന്നാണ് പോസ്റ്റ് മാസ്റ്റർ വിളിച്ചിരുന്നത്. വൈ ഡിഡ് ദ പോസ്റ്റ് മാസ്റ്റർ കോൾ മൈന വൈ ബൈ? പോസ്റ്റ് മാസ്റ്റർ എന്തുകൊണ്ടാണ് മൈനയുടെ വൈ ബൈ ഗേൾ എന്ന് വിളിച്ചിരുന്നത്? അപ്പൊ അതിന്റെ ആൻസർ ആണ് ഞാൻ ആ റെഡിൽ എഴുതിയിരിക്കുന്നത്. Mona was very curious and constantly asked questions about everything she saw or heard. So the postmaster called her bye bye. ഇവള് എന്ത് കണ്ടാലും എന്ത് കേട്ടാലും അതിനെപ്പറ്റി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. പഠിക്കാനും അറിയാനും വേണ്ടിയുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അഭിവാജ്ഞ അല്ലെങ്കിൽ ത്വര ആയിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നത്. ഇത് കേട്ടിട്ടാണ് പോസ്റ്റ് മാസ്റ്റർ ഇവിടെ വൈ ബൈ ഗേൾ എന്ന് വിളിച്ചത്. വൺ ഡേ മൈന കെയിം ടു ലിവ് വിത്ത് മീ ഇൻ മൈ ഹട്ട്. ഒരു ദിവസം മൈന ഈ എഴുത്തുകാരിയുടെ കൂടെ അവരുടെ കുടിലിൽ താമസിക്കാൻ ചെന്നു. അവ സമിതി ടീച്ചർ മാലതി സെറ്റ്, സമിതിയിൽ പഠിപ്പിക്കുന്ന മാലതി ടീച്ചർ പറഞ്ഞു, ഷീ വിൽ എക്സോസ്റ്റ് യു വിത്ത് ഹെർ ബൈറ്റ്സ്. അവൾ നിന്നെ ചോദ്യം ചോദിച്ചു കൊല്ലും എന്ന് മാലതി ടീച്ചർ പറഞ്ഞു. ബട്ട് ഐ ഹാഡ് എ വണ്ടർഫുൾ ടൈം വിത്ത് മൈന. പക്ഷെ മൈനയുടെ കൂടെ ഞാൻ നല്ല സമയമാണ് ചിലവഴിച്ചത്. എനിക്കൊരു നല്ലൊരു സമയമായിരുന്നു മൈനയുടെ കൂടെ ചിലവഴിക്കാൻ കിട്ടിയത്. വൺ നൈറ്റ് ഷീ ആസ്ക്ഡ് മീ വൈ ഡു യു റീഡ് ബുക്സ്. ഒരു രാത്രി ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ എല്ലാ ദിവസവും കിടക്കും മുമ്പ് ബുക്ക് വായിക്കുന്നത് എന്തിനാണ്, പുസ്തകം വായിക്കുന്നത് എന്തിനാണ് ചോദിച്ചു. ബിക്കോസ് ബുക്സ് ഹാവ് ദ ആൻസർ ടു യുവർ വൈസ്. എന്തുകൊണ്ടാണെന്നറിയാവോ? നിന്റെ ഈ വൈ എന്നുള്ള എന്തുകൊണ്ട് എന്നുള്ള ചോദ്യങ്ങളുണ്ടല്ലോ, ഈ ചോദ്യത്തിനുള്ള ഉത്തരങ്ങളൊക്കെ ആരുടെ കയ്യിലുണ്ട്? ഈ പുസ്തകങ്ങളുടെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ബുക്ക് വായിക്കുന്നത് ആണ് റിപ്ലൈ കൊടുത്തത്. ആൻഡ് ഫോർ വൺസ് മൈന വാസ് സൈലന്റ് ഫോർ എ മൊമെന്റ്. അന്നാണ് ആദ്യമായിട്ട് മൈന കുറച്ച് സമയം നിശബ്ദമായിട്ട് നിൽക്കുന്നത്. 1 മിനിറ്റ് നിശബ്ദമായിട്ട്. ദെൻ ഷീ സെഡ്, ഐ വിൽ ലേൺ ടു റീഡ് ആൻഡ് ഫൈൻഡ് ദ ആൻസേഴ്സ് ടു മൈ ക്വസ്റ്റ്യൻ. ഞാൻ വായിക്കാൻ പഠിച്ചിട്ട് എൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഞാൻ കണ്ടുപിടിക്കുമെന്ന് അവൾ പറഞ്ഞു. വെൻ മൈന ഗേവ്സ് ദ കോൾ, ഷീ ടോൾഡ് ദ അതർ ചിൽഡ്രൻ ഓൾ ദാറ്റ് ഷീ ഹാഡ് ലേൺഡ് ഫ്രം മീ. അവൾ പിന്നീടുള്ള ദിവസങ്ങളിൽ ആട് മേയ്ക്കാൻ പോകുമ്പോൾ മറ്റുള്ള കുട്ടികളോട്, ഈ ആട് മേയ്ക്കാൻ വരുന്ന മറ്റുള്ള കുട്ടികളോട് അവൾ ഇവിടെ നിൽക്കി ഈ എഴുത്തുകാരിയുടെ അടുത്ത് നിന്ന് അവൾ പഠിച്ച കാര്യങ്ങൾ അവർക്ക് ഇവൾ പഠിപ്പിച്ചു കൊടുക്കും. അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനും പറഞ്ഞു കൊടുക്കാനും. മെനി സ്റ്റാർസ് ആർ ബിഗർ ദാൻ ദ സൺ ബട്ട് ദേ ആർ ഫാർ അവേ സോ ദേ ലുക്ക് സ്മോൾ. ദ സൺ ഈസ് നിയറർ സോ ഇറ്റ് ലുക്സ് ബിഗർ. അപ്പൊ ഇവള് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം എന്താണ്? കുറേ സ്റ്റാർ ഉണ്ട്, കുറേ നക്ഷത്രങ്ങളുണ്ട്, അതെല്ലാം സണ്ണിനേക്കാളും വലിയ വലിയ നക്ഷത്രങ്ങളുണ്ട്. പക്ഷെ ഈ നക്ഷത്രങ്ങളൊക്കെ ഭൂമിയിൽ നിന്ന് കുറേ ദൂരെയാണ്, വളരെ അകലെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ചെറിയ പൊട്ട് പോലെ കാണുന്നത്. പക്ഷെ സൂര്യൻ നമ്മുടെ അടുത്താണ്, ഭൂമിയിൽ നിന്നും അടുത്താണ്. അതുകൊണ്ടാണ് സൂര്യന് നമ്മൾ വലിയതായിട്ടും ബ്രൈറ്റായിട്ടും ബിഗായിട്ടും കാണുന്നത്, വലുതും നല്ല തെളിച്ചുള്ളതായിട്ട് കാണുന്നത്. അതുകൊണ്ടാണ് ദ ഫിഷ് ഡു നോട്ട് സ്പീക്ക് ലൈക്ക് ദിസ്. മീനുകൾക്ക് നമ്മളെപ്പോഴും സംസാരിക്കാൻ സാധിക്കില്ല. ദേ ഹാവ് എ ഫിഷ് ലാംഗ്വേജ് വിത്ത് സൈലന്റ്. മീനുകൾക്കുള്ളത് ഒരു സൈലന്റ് ആയിട്ടുള്ള നിശബ്ദമായിട്ടുള്ള ഒരു ഭാഷയാണ്. അവർക്കൊരു ലാംഗ്വേജ് ഉണ്ട്, പക്ഷെ അത് നിശബ്ദ ഭാഷയാണ്. ദ എർത്ത് ഈസ് റൗണ്ട്. യു നോ ദാറ്റ്. ഭൂമി ഉരുണ്ടതാണ്, അത് നിങ്ങൾക്കറിയാമോ? അപ്പം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അവളുടെ കൂട്ടുകാർക്ക് ആട് മേയ്ക്കാൻ പോകുമ്പോൾ പറഞ്ഞു കൊടുക്കും. വൈ ഡു സ്റ്റാർസ് ലുക്ക് സ്മോളർ ദാൻ ദ സൺ? സ്റ്റാർസ് എന്തുകൊണ്ടാണ് സ്മോളർ ആയിട്ട് കാണുന്നത്? ദ സ്റ്റാർസ് ലുക്ക് സ്മോളർ ദാൻ ദ സൺ ബിക്കോസ് ദേ ആർ വെരി വെരി ഫാർ അവേ ബട്ട് ദ സൺ ലുക്ക്
big because it is much closer. അതാണ് അതിൻ്റെ ആൻസർ. ഇനി അടുത്ത പാരഗ്രാഫിലേക്ക് പോവാം. ഐ റിട്ടേൺ ടു ദ വില്ലേജ് എ ഇയർ ലേറ്റ്. ഒരു വർഷത്തിന് ശേഷം അവർ വില്ലേജിലേക്ക് തിരിച്ചു വന്നു. അവർ ഗ്രാമത്തിലേക്ക് തിരിച്ചു വന്നു. ആര്? ഈ എഴുത്തുകാരി എവിടെയോ പോയതാണ്, പോയിട്ട് ഗ്രാമത്തിലേക്ക് തിരിച്ചു വന്നു. വൺ ഈവനിങ് ഐ വിസിറ്റഡ് മൈന അറ്റ് ഹോം. ഒരു ദിവസം മൈനയുടെ വീട്ടിൽ പോയി, അവളെ കാണാൻ വേണ്ടി, അവളെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി, സന്ദർശിക്കാൻ വേണ്ടി പോയി. ഷീ വാസ് സിറ്റിംഗ് ഇൻ ദ കിച്ചൺ വിത്ത് ഹെർ ലിറ്റിൽ സിസ്റ്റർ. അവൾ അവരുടെ ചെറിയ അനിയത്തി സഹോദരിയുമായിട്ട് അടുക്കളയിൽ ഇരിക്കുകയായിരുന്നു. ആൻഡ് ഹെർ ലിറ്റിൽ ബ്രദർ ആൻഡ് ഹെർ എൽഡർ ബ്രദർ, മൂത്ത ചേട്ടനും ഉണ്ട് കൂടെ. ആൻഡ് സ്പീക്കിംഗ് ടു ദം ലൈക്ക് എ ടീച്ചർ. അവരോട് അവളൊരു അധ്യാപികയെ പോലെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. യു കട്ട് വൺ ട്രീ ആൻഡ് പ്ലാന്റ് അനദർ. നീ ഒരു മരം മുറിച്ചാൽ 2 മരങ്ങൾ നട്ടു. യു വാഷ് യുവർ ഹാൻഡ്സ് ബിഫോർ യു നോ വൈ. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ കൈ കഴുകും. ഞങ്ങൾക്കറിയാമോ? യു വിൽ ഗെറ്റ് എ സ്റ്റമക്ക് ഏക്ക്. നിങ്ങൾക്ക് വയറുവേദന ഉണ്ട്, ഞങ്ങൾ കൈ കഴുകും. യു നോ നത്തിങ്. ഡു യു നോ വൈ? നിനക്കൊന്നും അറിയാൻ പറ്റില്ല. എന്താ കാര്യം എന്നറിയാമോ? ബിക്കോസ് യു ഡോണ്ട് അറ്റൻഡ് ക്ലാസ്സസ് അറ്റ് സമിതിയിൽ നിങ്ങൾ ക്ലാസ്സിലൊന്നും വരാത്ത കൊണ്ടാണ് നിങ്ങൾക്കൊന്നും അറിയാം. മോന വാസ് ഗിവിംഗ് ആൻസേഴ്സ് ടു ഓൾ ഹെർ. മയന അവളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹൗ ഡു വി നോ ദാറ്റ് മയന വാസ് സ്പീക്കിംഗ് ലൈക്ക് എ ടീച്ചർ? മയന ഒരു അധ്യാപികയെ പോലെയാണ് സംസാരിക്കുന്നത്. മനസ്സിലായത്? മോന ബിഗാൻ ടു എക്സ്പ്ലെയിൻ things clearly and confidently, just the way a teacher does. She did not just ask questions, she started giving answers and shared what she learned with others. അപ്പോൾ മൈന എല്ലാ കാര്യങ്ങൾക്കും ഓരോ കാര്യത്തിനും അവൾക്ക് വ്യക്തവും അതുപോലെ കോൺഫിഡൻറ്റ്, ആത്മവിശ്വാസത്തോടെയുമുള്ള ഉത്തരങ്ങൾ അവളുടെ കയ്യിലുണ്ടായിരുന്നു. അതുപോലെ എന്ത് ചോദ്യം ചോദിച്ചാലും അതിൻ്റെ ഉത്തരം അവൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുന്ന ഒരു കഴിവും അവൾക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരു അധ്യാപികയെ പോലെ സംസാരിക്കുന്നത്. When a primary school was set up in the village, Mayana was the first girl to be admitted. ഒരു പ്രൈമറി സ്കൂൾ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മൈനയാണ് ആദ്യമായിട്ട് അവിടെ അഡ്മിഷൻ. മൈന ഈസ് 18 now. അപ്പം അന്ന് 10 വയസ്സായിരുന്നു, ഇപ്പോൾ 18 വയസ്സായി മൈനക്ക്. ഷീ ടീച്ചേഴ്സ് അറ്റ് ദ സമിതി. അവൾ സമിതിയിൽ പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. If you pass by, you are sure to hear her impatient, demanding voice. ആ സൈഡിൽ കൂടി നമ്മൾ പോവുകയാണെങ്കിൽ, സമുദ്രയുടെ അടുത്തുകൂടി എപ്പോഴെങ്കിലും നമ്മൾ പോവുകയാണെങ്കിൽ സമുദ്രയുടെ ഉള്ളിൽ നിന്ന് അവളുടെ ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കും. എങ്ങനത്തെ സൗണ്ടാണ്? ഇംപേഷ്യൻ്റ്, ഒരു എന്താണ്, അക്ഷമമായിട്ടുള്ള ആജ്ഞാസ്വരങ്ങൾ, ആജ്ഞാപിക്കുന്ന പോലത്തെ. ഡിമാൻഡിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത് വേണം, അത് നേടിയെടുക്കണം എന്ന് പറയുന്ന രീതിയിലുള്ള കർക്കശമായിട്ടുള്ള സൗണ്ടുകൾ നമുക്ക് കേൾക്കാൻ സാധിക്കും. ഡോണ്ട് ബി ലേസി, ആസ്ക് മീ ക്വസ്റ്റ്യൻസ്. മടിയന്മാരാകരുത്, എന്നോട് ചോദ്യങ്ങൾ ചോദിക്കും. ആസ്ക് മീ വൈ മോസ്കിറ്റോസ് ഷുഡ് ബി ഡിസ്ട്രോയ്ഡ്. എന്നോട് ചോദിക്കൂ എന്തുകൊണ്ടാണ് കൊതുകുകളെ നശിപ്പിക്കണമെന്ന് പറയുന്നത്. വൈ ദ പോൾ സ്റ്റാർ ഈസ് ഓൾവേസ് ദ നോർത്തേൺ സ്കൈ. എന്തുകൊണ്ടാണ് ധ്രുവ നക്ഷത്രം എന്തുകൊണ്ടാണ് വടക്കൻ ആകാശത്ത് മാത്രം കാണുന്നത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എന്നോട് ചോദിക്കൂ, അതിനുള്ള ഉത്തരങ്ങൾ ഞാൻ തരാം. ചോദ്യങ്ങൾ ചോദിക്കൂ എന്ന് പറഞ്ഞിട്ട് കുട്ടികളുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഹൗ ഡിഡ് മൈന മോട്ടിവേറ്റ് ചിൽഡ്രൻ? മൈന എങ്ങനെയാണ് കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്? മോന മോട്ടിവേറ്റഡ് ചിൽഡ്രൻ ബൈ എൻകറേജിങ് ദം ടു ആസ്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് സ്റ്റേ ക്യൂരിയസ് ജസ്റ്റ് ലൈക്ക് ഹെർസെൽഫ് used to do. Why is the first step to learn and understand new things. അപ്പോൾ വൈ എന്തുകൊണ്ടെന്നുള്ളൊരു ചോദ്യം ചോദിക്കുമ്പോഴാണ് അതാണ് ആദ്യത്തെ പഠിക്കണം അല്ലെങ്കിൽ അറിവ് നേടണം എന്നുള്ളതിൻ്റെ ആദ്യത്തെ പടി എന്നാണ് ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ്. ആൻഡ് അതർ ചിൽഡ്രൻ ടു ആർ ലേണിംഗ് ടു ആസ്ക് വൈ. മറ്റുള്ള കുട്ടികളും പഠിക്കാൻ തുടങ്ങി എന്തെന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി പഠിക്കാൻ. മൈന ഡസൻറ്റ് നോ ഐ ആം റൈറ്റിംഗ് ഹർ സ്റ്റോറി. ഇഫ് ഷീ ഡിഡ് ഷീ വുഡ് ആസ്ക് വൈ റൈറ്റിംഗ് അബൌട്ട് മീ. വൈ? മൈനക്കറിയില്ല ഞാൻ അവളുടെ കഥയാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. എങ്ങാനും അറിഞ്ഞിരുന്നെങ്കിൽ അവൾ വന്ന് ചോദിക്കുമായിരുന്നു എന്നെപ്പറ്റി എഴുതണോ, എന്തിനാ എന്നെപ്പറ്റി എഴുതണമെന്ന് അവൾ വന്ന് ചോദിക്കും. അപ്പോൾ ഈ ഒരു കഥ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഒരു പാട്ട് ഓർമ്മ വന്നു. എന്തുകൊണ്ട് എങ്ങനെയാന്നൊരു പാട്ടുണ്ട്, അതൊന്ന് കേട്ട് നോക്കണം, യൂട്യൂബിലൊക്കെ കിട്ടുന്നതാണ്. ഇനി നമുക്ക് ഓദറിനെ പറ്റി വായിക്കാം. മഹാശ്വേത ദേവി was a renowned Indian writer and activist who fought for the rights of the tribal people. He was born in Dhaka, Bangladesh. ബംഗ്ലാദേശിലാണ് ഈ റൈറ്റർ ജനിച്ചത്. ഇന്ത്യൻ റൈറ്ററാണ്. Her notable literary work include
mother of 1084, Rudali and the right of the forest. She was honored with the Jnanapith, the Padma Shri and the Padma Vibhushan. Padma Shri and Padma Vibhushan Jnanapith award. Look at the following questions raised by Moina. മൈനെ ചോദിച്ച കുറച്ച് ചോദ്യങ്ങളാണ് നമുക്ക് താഴെ തന്നിട്ടുള്ളത്. അതുപോലെ നമ്മളോട് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ടോപ്പിക്ക് തന്നിട്ടുള്ളത് നേച്ചറാണ്. നേച്ചറിനെ പറ്റിയുള്ള ചോദ്യങ്ങളാണ് ചോദിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. വൈ ഡു ഓഷൻസ് ഹാവ് ഡൈഡ്? വൈ ഡു ട്രീസ് ഷെഡ് ദെയർ ലീവ്സ്? വൈ ഡസ് റെയിൻ ഫാൾ ഫ്രം ക്ലൗഡ്സ്? വൈ ഈസ് ദ സ്കൈ ബ്ലൂ ഡ്യൂറിംഗ് ഡേ ബട്ട് ഓറഞ്ച് ഇൻ ദ ഈവനിങ്? അങ്ങനെ ഒത്തിരി ചോദ്യങ്ങൾ നമുക്കുണ്ട്. നമുക്ക് ഒരു ഗ്രൂപ്പായിട്ട് ഇരുന്നിട്ട് ചോദ്യങ്ങൾ ബ്രെയിൻ സ്റ്റോം ചെയ്ത് നമുക്ക് ചോദ്യങ്ങൾ കണ്ടു. ടെക്നോളജിയെ കുറിച്ചുള്ള ചോദ്യങ്ങളുണ്ട്. വൈ ഡു വി സേവ് ഫയൽസ് ഇൻ കമ്പ്യൂട്ടർ? വൈ ഡു വി നീഡ് എ പാസ്വേഡ് ഓൺ എ ഡിവൈസ്? വൈ ഡു റോബോട്ട്സ് ഹെൽപ്പ് ഇൻ ഫാക്ടറീസ്? വൈ ഡു വി യൂസ് കമ്പ്യൂട്ടേഴ്സ്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിലും നല്ല ചോദ്യങ്ങളൊക്കെ കിട്ടും. എല്ലാവരും കൂടി ഇരുന്ന് ആലോചിക്കും. വൈ ഈസ് ഇറ്റ് നോട്ട് ഗുഡ് ടു ഈറ്റ് ടു മെനി ചോക്ലേറ്റ്സ്? അതാണ് ഫുഡിനെ പറ്റിയുള്ളൊരു ചോദ്യം. വൈ ഈസ് ബ്രേക്ക്ഫാസ്റ്റ് ഇമ്പോർട്ടൻറ്റ്? വൈ ഈസ് ഇറ്റ് ഗുഡ് ടു ഈറ്റ് fruits and vegetables? Why do we wash some food before cooking? Why do we cook food? Why should we drink water every day? ഇതെല്ലാമാണ് ഞാൻ ഈ ഹെൽത്തിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. വൈ ഷുഡ് വി വാഷ് അവർ ഹാൻഡ്സ് ബിഫോർ ഈറ്റ്? നമ്മൾ കൈ കഴുകുന്നത് എന്തിനാണ്? വൈ ഡു വി നീഡ് ടു എക്സസൈസ് എവറി ഡേ? വൈ ഷുഡ് വി ബ്രഷ് അവർ ടീത്ത്? വൈ സ്ലീപ്പ് ഇമ്പോർട്ടൻറ്റ് ഫോർ അവർ ബോഡി? വൈ ഡു വി ഗെറ്റ് സിക്ക്? ഇനി സോഷ്യൽ ലൈഫിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ. വൈ ഡു വി സെലിബ്രേറ്റ് ഫെസ്റ്റിവൽസ്? വൈ ഡു വി നീഡ് ഫ്രണ്ട്സ്? വൈ ഡു വി ഫോളോ റൂൾസ്? വൈ ഡു വി ഗ്രീറ്റ് പീപ്പിൾ പൊലൈറ്റ്ലി? വൈ ഡു വി say thank you or sorry? ഇതെല്ലാമാണ് ചോദ്യങ്ങൾ. ഇനി ക്യാൻ യു തിങ്ക് ഓഫ് എ ഫ്യൂ മീനിങ്ഫുൾ വൈ ക്വസ്റ്റ്യൻസ് ടു മാച്ച് ദ റെസ്പോൺസസ് ഗിവൻ ബിലോ? ഇനി കുറച്ച് ആൻസേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ആ ആൻസർ കിട്ടാൻ പാകത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും. ഐ മിസ് ദ സ്കൂൾ. കുട്ടി സ്കൂൾ ബസ് മിസ് ചെയ്യും. അപ്പം അതിനെന്താ ചോദിക്കാം? വൈ ആർ യു ലേറ്റ് ടു സ്കൂൾ ടുഡേ? നീ എന്താണ് താമസം? ഞാൻ എൻ്റെ ബസ്. ഐ എം വെരി ഹാപ്പി ടുഡേ ബിക്കോസ് ഐ ഗോട്ട് എ ന്യൂ ബൈക്ക്. ആ കുട്ടി ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ്. എന്തുകൊണ്ടാണ് സന്തോഷത്തിലുണ്ട്? വൈ ആർ യു സോ ഹാപ്പി? ഐ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ഹോംവർക്ക്. എനിക്ക് അവസാനത്തെ ചോദ്യം മനസ്സിലായില്ല എന്നാണ് ഈ കുട്ടി പറയുന്നത്. വൈ ഡിഡ്ന്റ് യു കംപ്ലീറ്റ് യുവർ ഹോംവർക്ക്? ഈ എന്തുകൊണ്ടാണ് ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്യാതിരുന്നത് എന്ന് ചോദിക്കുമ്പോഴാണ് എനിക്ക് അവസാനത്തെ ചോദ്യം മനസ്സിലായത്. വി ഷുഡ് ബി ഹെൽത്തി ഫുഡ് ടു സ്റ്റേ സ്ട്രോങ് ആൻഡ് ഹെൽത്തി. വൈ ഷുഡ് ബി ഹെൽത്തി? എന്തിനാണ് നമ്മൾ ഹെൽത്തി ഫുഡ് കഴിക്കുന്നത്? ഐ ഫോർഗോട്ട് ടു കീപ് ദ ഇംഗ്ലീഷ് നോട്ട്ബുക്ക് ഇൻ മൈ ബാഗ്. വൈ ഡോണ്ട് യു ഹാവ് എ ഇംഗ്ലീഷ് നോട്ട്ബുക്ക് വിത്ത് യു? നിന്റെ കയ്യിൽ എന്തുകൊണ്ടാണ് നിന്റെ ഇംഗ്ലീഷ് നോട്ട്ബുക്ക് ഇല്ലാത്തതെന്നാണ് ചോദിച്ചത്. I am really sad because I miss my grandma. Why are you feeling sad? ഇതെന്തുകൊണ്ടാണ് സങ്കടം? Read the sentences from the story. Many stars are bigger than the sun. ഇത് ബിഗ്ഗർ എന്നുള്ളൊരു വേർഡാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ബിഗ്ഗർ എന്നുള്ളത് കമ്പയർ ചെയ്ത് സ്റ്റാറിനെയും സണ്ണിനെയും കൂടി കമ്പയർ ചെയ്ത് ഒത്തിരി സ്റ്റാറുകൾ സണ്ണിനേക്കാൾ ബിഗ്ഗറാണ് അല്ലേ? ഇത് പോസിറ്റീവ് കമ്പാരിറ്റീവ് സൂപ്പർലേറ്റീവ് എന്നുള്ള 3 ഡിഗ്രീസ് ആണ്. ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. The rabbit is fast, the deer is faster, cheetah is faster. ഫാസ്റ്റ് ഫാസ്റ്റ് ഫാസ്റ്റ്. ഈ ഫാസ്റ്റ് എന്നുള്ളത് ആഡ്ജക്റ്റീവാണ്. ആഡ്ജക്റ്റീവിൻ്റെ കൂടെ നമ്മൾ ഈ ആർ ആണ് രണ്ട് സാധനങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഈ ആർ ആഡ് ചെയ്യും. രണ്ടിലധികം സാധനങ്ങൾ 3ഓ അതിലധികമോ കാര്യങ്ങളാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നതെങ്കിൽ ആഡ്ജക്റ്റീവിൻ്റെ കൂടെ എന്താണ് ചേർക്കേണ്ടത്? EST ആണ് ചേർക്കേണ്ടത്. അത് സ്മോൾ അഡ്ജക്റ്റീവ്സ്, ചെറിയ അഡ്ജക്റ്റീവ്സ്. വലിയ അഡ്ജക്റ്റീവ്സ് ആണ് വരുന്നത്. അപ്പോൾ ഇത് യൂസ്ഫുളിൻ്റെ കൂടെ ER ചേർക്കാൻ പറ്റില്ല, EST ചേർക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താണ് ചേർക്കേണ്ടത്? മോർ യൂസ്ഫുൾ, മോസ്റ്റ് യൂസ്ഫുൾ ചേർക്കും. ബ്യൂട്ടിഫുൾ വന്നു കഴിഞ്ഞാൽ മോർ ബ്യൂട്ടിഫുൾ, മോസ്റ്റ് ബ്യൂട്ടിഫുൾ ചേർക്കും. മനസ്സിലായോ? ഇനി നമുക്ക് കുറച്ച് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ഈ ഇൻഫർമേഷൻ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ സെന്റൻസ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമുക്ക് കൊടുത്തിട്ടുള്ള ലെറ്റ് us go through the 3 degrees of comparison. യങ് സിംഗിൾ കമ്പയർ ചെയ്യും ഒറ്റക്കുള്ളത് യങ് അല്ലെങ്കിൽ ആ അഡ്ജക്റ്റീവ് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞ് കമ്പാരിറ്റീവിലേക്ക് വരുമ്പോൾ യങ്ങർ. കമ്പയറിങ് 2 തിങ്സ്, 2 സാധനങ്ങളെ കമ്പയർ ചെയ്യുന്നതാണ് ER ആഡ് ചെയ്യും. അപ്പോൾ യങ്ങിൻ്റെ കൂടെ ER നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ യങ്ങർ. ഇനി സൂപ്പർലേറ്റീവ്, ഒന്നിലധികം സാധനങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ രണ്ടിലധികമോ സാധനങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ ആളുകളെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ EST ആണ് ആഡ് ചെയ്യുന്നത്. EST കൂട്ടണം ആ വേർഡിൻ്റെ കൂടെ. Now revisit the information about Alex, Eric and Lawrence. Write about their height and strength, making a comparison. ഇനി ഹൈറ്റും സ്ട്രെങ്ത്തും നമുക്ക് തന്നിട്ടുണ്ട്. അലക്സിൻ്റെയും എറിക്കിൻ്റെയും ലോറൻസിൻ്റെയും ഇത് മൂന്നും നമ്മളൊന്ന് കമ്പയർ ചെയ്താണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എറിക്ക് സ്റ്റോൺ, എറിക്കിന് ഉയരമുണ്ട്.
അലക്സ് ഈസ് ടോളർ ദാൻ എറിക്കിനേക്കാൾ ഉയരമുണ്ട് അലക്സിന്. ലോറസ് ഈസ് ടോളസ്റ്റ് എമംഗ് ദ ത്രീ. 3 പേരിലും ഉയരം കൂടുതൽ ആർക്കാണ്? ലോറസിന്. ലോറസ് ഈസ് ടോളർ ദാൻ എറിക്കിനെക്കാട്ടിലും ടോളർ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ വേറൊരു സെന്റൻസ് ആയി. എറിക് ഈസ് ദ ഷോർട്ടസ്റ്റ് എമംഗ് ദ ത്രീ. 3 പേരിലും ഏറ്റവും ചെറുത് ഉയരം കുറഞ്ഞത് ആർക്കാണ്? ഷോർട്ടസ്റ്റ് ആരാണ്? എറിക്കാണ്. അങ്ങനെ ഒരു സെന്റൻസ് ഉണ്ട്. എറിക് ഈസ് സ്ട്രോങ്. എറിക് സ്ട്രോങ് ആണ്. അലക്സ് ഈസ് സ്ട്രോങ്ങർ ദാൻ എറിക്. എറിക്കിനെക്കാട്ടിലും സ്ട്രോങ്ങർ ആരാണ്? അലക്സ് ആണ്. ലോറസ് ഈസ് സ്ട്രോങ്ങർ ദാൻ അലക്സ്. അലക്സിനെക്കാട്ടിലും സ്ട്രോങ്ങർ ആരാണ്? ലോറസ് ആണ്. ലോറസ് ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് ഓഫ് ഓൾ. അപ്പൊ ഇത് ലോറസിനെയും അലക്സിനെയും കൂടി കമ്പയർ ചെയ്യുന്നതുകൊണ്ടാണ് സ്ട്രോങ്ങർ എന്ന് എഴുതിയിട്ടുള്ളത് കേട്ടോ. ഇനി ലോറസ് ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് ഓഫ് ഓൾ എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. അത് 3 പേരെയും കൂടി കമ്പയർ ചെയ്യുമ്പോൾ ലോറസ് ആണ്. അതുകൊണ്ടാണ് ലോറസ് ഈസ് ദ സ്ട്രോങ്ങസ്റ്റ്. എറിക് ഈസ് ദ ലീസ്റ്റ് സ്ട്രോങ് എന്ന്. അങ്ങനെ ഒരു സെന്റൻസ് ഞാൻ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എറിക് ഈസ് ലീസ്റ്റ് സ്ട്രോങ്, ഏറ്റവും ശക്തി കുറവുള്ളവൻ എന്നുള്ളതാണ് അതിൽ. ഇൻ സം കേസസ് മോർ ആൻഡ് മോസ്റ്റ് ആർ യൂസ് ഫോർ മേക്കിംഗ് കമ്പാരിസൺ. മോറും മോസ്റ്റും ചില സമയങ്ങളിൽ യൂസ് ചെയ്യാറുണ്ട് കമ്പാരിസൺ ചെയ്യുമ്പോൾ. അലക്സ് ഈസ് മോർ ക്രിയേറ്റീവ് ദാൻ ലോറസ്. അലക്സ് ആണ് ലോറസിനെക്കാട്ടും ക്രിയേറ്റീവ്. അപ്പൊ ക്രിയേറ്റീവ് എന്നുള്ള വേർഡിന് കൂടെ ER ചേർക്കാൻ പറ്റില്ല, നമുക്ക് EST ചേർക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ മോർ അല്ലെങ്കിൽ മോസ്റ്റ് ചേർക്കുന്നത്. 2 പേരെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ മോർ, 2-ലധികം പേരെ കമ്പയർ ചെയ്യുമ്പോൾ 3 പേരെ കമ്പയർ ചെയ്യുമ്പോൾ മോസ്റ്റും ചേർക്കും. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ചെറിയ വേർഡ്സ് ERഉം ESTയും ചേർക്കാൻ പറ്റുന്ന വേർഡ്സ് ആണ്, ആഡ്ജക്റ്റീവ്സ് ആണ്. അതിനൊക്കെ ERഉം ESTയും ചേർക്കുക. ERഉം ESTയും ചേർക്കാൻ പറ്റാത്ത ആഡ്ജക്റ്റീവ്സ് ഉണ്ടാകും, ലോങ് ആഡ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞിട്ട്. അവരുടെ കൂടെ എന്താണ് ചേർക്കുന്നത്? മോറും മോസ്റ്റും ആണ് ചേർക്കുന്നത്. ഇനി മേക്ക് 5 സെന്റൻസസ് ബൈ കമ്പയറിംഗ് ദ ഫീച്ചേഴ്സ് ആൻഡ് ക്വാളിറ്റീസ് ഓഫ് അലക്സ്, എറിക് ആൻഡ് ലോറസ്. ഇതിനകത്ത് നമുക്ക് 5 സെന്റൻസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. 5 സെന്റൻസ് ഞാൻ എഴുതിയിരിക്കുന്നത് കോൺഫിഡൻറ്റും ക്രിയേറ്റീവ് വെച്ചിട്ടാണ്. അപ്പൊ അവരുടെ 3 പേരുടെയും കോൺഫിഡൻസ് എങ്ങനെയാണ്, ക്രിയേറ്റിവിറ്റി എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പൊ ക്രിയേറ്റീവ് ആരാണ്? കൂടുതൽ എറിക്കാണ്. എറിക്കാണ് കൂടുതൽ ക്രിയേറ്റീവ് ആയിട്ടുള്ളത്. അപ്പൊ എറിക് ഈസ് എ മോസ്റ്റ് ക്രിയേറ്റീവ് എമംഗ് ദം. 3 പേരിലും ഏറ്റവും ക്രിയേറ്റീവ് ആയിട്ടുള്ളത് എറിക്കാണ്. ലോറസ് ഈസ് എ ലീസ്റ്റ് ക്രിയേറ്റീവ് എമംഗ് ദം. ഞാൻ അതിന്റെ എല്ലാത്തിനും എഴുതിയിട്ടുണ്ട്. കോൺഫിഡൻസിന്റെ കാര്യം, കോൺഫിഡൻസ് ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. ഇപ്പൊ കോൺഫിഡൻസിന്റെ കൂടെ ER ഒന്നും ചേർക്കാൻ പറ്റില്ല. കോൺഫിഡൻറ്റ്, മോർ കോൺഫിഡൻറ്റ്, മോസ്റ്റ് കോൺഫിഡൻറ്റും ആണ് നമുക്ക് ചേർക്കേണ്ടത്. അലക്സ് ഈസ് മോർ കോൺഫിഡൻറ്റ് ദാൻ എറിക്. എറിക് ഈസ് മോർ കോൺഫിഡൻറ്റ് ദാൻ ലോറസ്. അപ്പൊ അത് 2 പേരും കമ്പയർ ചെയ്തത്. അതുകൊണ്ടാണ് മോർ യൂസ് ചെയ്തത്. 3 പേരെയും കൂടി കമ്പയർ ചെയ്യുമ്പോൾ മോസ്റ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. കൺഫ്യൂഷൻ വരണ്ട. 2 പേരെ കമ്പയർ ചെയ്യുമ്പോൾ മോറും, 3 പേരെ കമ്പയർ ചെയ്യുമ്പോൾ 3-ഓ ഇതിലധികം ആൾക്കാർ മോസ്റ്റും ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ സെന്റൻസുകൾ ഓരോന്ന് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കും. ലുക്ക് അറ്റ് ദ ടേബിൾ ആൻഡ് ഫിൽ ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ് ബിലോ. A lemon is small. An orange is smaller than watermelon. The lemon is the smallest among them. ലെമൺ ചെറുതാണ്, ഓറഞ്ച് ലെമണിനേക്കാളും വാട്ടർമെലനേക്കാളും വലുത് ചെറുതാണ്, ലെമൺ ആണ് ഏറ്റവും ചെറുത്. അങ്ങനെയാണ് എഴുതുന്നത്. നമുക്ക് അടുത്തത് എഴുതാം. അടുത്തതിനകത്ത് the rose plant is tall. റോസ് പ്ലാന്റ് ടോളാണ്. മാംഗോ ട്രീ ഈസ് ടോളർ ദാൻ റോസ് പ്ലാന്റ്. മാംഗോ ട്രീ ആണ് റോസ് പ്ലാന്റിനെക്കാളും ഉയരമുള്ളത്. കോക്കനട്ട് ട്രീ ഈസ് ദ ടോളർ. കോക്കനട്ട് ട്രീ ആണ് 3. ഇനി അടുത്ത പിക്ചർ, ഫോക്സ് ഈസ് ഡേഞ്ചറസ്. ഫോക്സ്, കുറുക്കൻ ഡേഞ്ചറസ്. വൂൾഫ് ഈസ് മോർ ഡേഞ്ചറസ് ദാൻ. കുറുക്കനെക്കാട്ടിലും ഡേഞ്ചറസ് ആരാണ്? ചെന്നായി. ടൈഗർ ഈസ് മോസ്റ്റ് ഡേഞ്ചറസ്. 3 പേരിലും ഡേഞ്ചറസ് ആരാണ്? മോസ്റ്റ് ഡേഞ്ചറസ് ടൈഗർ. ഇനി സ്കൂട്ടർ. A scooter is expensive. A bike is more expensive than scooter. Car is the most expensive. Moina became a teacher at the Samdi after studying in the village. Samdi is planning to celebrate tribal pride day. They have decided to facilitate Moina on her achievement. അപ്പോൾ മൈനേനെ അവളുടെ അച്ചീവ്മെൻറ്റിന് വേണ്ടിയിട്ട് ഫെസിലിറ്റേറ്റ്, അഭിനന്ദിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ആശംസിക്കാൻ പോവുകയാണ്, പ്രോത്സാഹിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ അഭിനന്ദനം സ്വീകരിക്കുന്നതിന് വേണ്ടി മൈനേനെ അത് നൽകുന്നതിന് വേണ്ടി ഡോക്ടർ ലേഖ IAS ക്ഷണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫോർമാറ്റ് തന്നിട്ടുണ്ട്.
ഒരു ക്ഷണക്കത്താണ്, ഒരു നോട്ടീസ് അടിക്കുന്നതിനുള്ള ഒരു ഫോർമാറ്റ് തന്നിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ സ്കൂളിൽ ഒരു അത്ലറ്റിക് മീറ്റിന് പങ്കെടുത്ത കുട്ടികൾക്ക് വേണ്ടിയുള്ള അവരെ ഒന്ന് അനുമോദിക്കുന്നതിന് വേണ്ടിയുള്ള അനുമോദന ചടങ്ങ് റെഡിയാക്കുന്നുണ്ട്, ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അപ്പം അതിന് വേണ്ടി ഒരു നോട്ടീസ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഓണറിങ് അത്ലറ്റ്സ്, നെയിം ഓഫ് ദ സ്കൂളും പ്ലേസും തന്നിട്ടുണ്ട്. ഡിയർ ഫ്രണ്ട്, വി ആർ എക്സൈറ്റഡ് ടു ഇൻവൈറ്റ് യു ടു ദ സ്പെഷ്യൽ പ്രോഗ്രാം ടു ഫെസിലിറ്റേറ്റ് നെയിം ഓഫ് ദ സ്റ്റുഡൻറ് ഓഫ് ഹർ ഔട്ട്സ്റ്റാൻഡിംഗ് അച്ചീവ്മെന്റ്സ് ഇൻ അത്ലറ്റിക് മീറ്റ്. ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, വെന്യൂ കൊടുത്തിട്ടുണ്ട്, ടൈം കൊടുത്തിട്ടുണ്ട്, കം ജോയിൻ അസ് ഓൺ ലൊക്കേഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് പ്രിന്റ് ചെയ്ത ഡേറ്റ്, ആരാണ് ഇതിന്റെ ഇൻചാർജ്, അവരുടെ പേര് കേട്ടോ. വിത്ത് വാം റിഗാർഡ്സ് ചെയ്തിട്ട് പ്രോഗ്രാം ഇൻചാർജ് പേര്. ഇത്രയും കാര്യം കഴിഞ്ഞാൽ നമുക്ക് നോട്ടീസ് അടിക്കാൻ പറ്റും. റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസ് ഫ്രം ദ സ്റ്റോറി. സ്റ്റോറിയിൽ നിന്ന് ഒരു താഴെ കൊടുത്തിരിക്കുന്ന വരികൾ എടുത്തിട്ടുണ്ട്. ബുക്ക് വായിച്ചു കഴിയുമ്പോൾ ഉറങ്ങും മുമ്പ് എന്തിനാണ് ബുക്ക് വായിക്കുന്നത് ചോദിക്കും. ബുക്ക് വായിച്ചാൽ എനിക്ക് ഇതിൻ്റെ ഈ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിലേക്ക് ഉത്തരം കിട്ടും എന്നാണ് ഈ റൈറ്റർ പറയുന്നത്, ഓഥർ പറയുന്നത്. അപ്പം അതിനെ എന്തെങ്കിലും വേഗം ലൈബ്രറി പോകും, ലൈബ്രറി പോയിട്ട് അവിടെ നിന്ന് ബുക്ക് എടുത്ത് വായിക്കും. ഇപ്പം അവൾ വായിച്ചൊരു പുസ്തകത്തിനെ പറ്റിയാണ് ഈ ചെറിയൊരു കുറിപ്പ്, ഒരു ഷോർട്ട് നോട്ട് എഴുതിയിരിക്കുകയാണ് അവൾ വായിച്ച ബുക്കിനെ പറ്റി. ആലിസ് ഇൻ വണ്ടർലാൻഡ് എന്ന് പറഞ്ഞ ബുക്കാണ് വായിച്ചിട്ടുള്ളത്. ലൂയിസ് കാരോളാണ് അതിൻ്റെ റൈറ്റർ, ഓഥർ. ദ നോവൽ ഈസ് അബൌട്ട് എ ക്യൂരിയസ് യങ് ഗേൾ നെയിം ആലിസ്. ആലിസ് എന്ന് പറഞ്ഞൊരു ചെറിയൊരു കുട്ടീനെ കുറിച്ചുള്ള, ഒരു പെൺകുട്ടിയെ കുറിച്ചുള്ള കഥയാണ്. അവൾ ഒരു ദിവസം ഒരു മുയലിൻ്റെ കൂടെ കളിച്ചിരിക്കുമ്പോഴത്തേക്കും റാബിറ്റിൻ്റെ ഒരു ഹോളിലേക്ക്, ഒരു കുഴിയിലേക്ക് വീണു പോകും. ആ കുഴിയുടെ അപ്പുറത്ത് ചെല്ലുമ്പോൾ, അപ്പുറത്തെ സൈഡിൽ ചെല്ലുമ്പോൾ നമുക്ക് അവൾ കാണുന്നത് ഒരു വ്യത്യസ്തമായൊരു വണ്ടർലാൻഡാണ്, ഒരു ലോകമാണ്. ആ ലോകത്ത് കുറേ ക്യാരക്ടേഴ്സ് നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. ക്യൂൻ ഓഫ് ഹാർട്സ്, ചെഷർ ക്യാറ്റ്, ദ മാഡ് ഹാറ്റർ, ദ കാറ്റർപില്ലർ, ഇവരെല്ലാമാണ് കഥാപാത്രങ്ങൾ. ദീസ് ക്യാരക്ടേഴ്സ് ബിഹേവ് ഇൻ എ വെരി സ്ട്രേഞ്ച് വേ. ഇവരെല്ലാവരും ഒരു പ്രത്യേക രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത്, പെരുമാറുന്നത്. അപ്പം ആലിസിന് അതൊക്കെ സർപ്രൈസാണ്, അത്ഭുതമാണ്. അവൾ അതെല്ലാം കഴിഞ്ഞു, കഥയൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്ക് അവൾ മനസ്സിലാക്കും ഇതൊരു സ്വപ്നമായിരുന്നു. അങ്ങനെ നിങ്ങൾ ലൈബ്രറിയിൽ പോയി ഒരു പുസ്തകം എടുത്തിട്ട് അത് വായിച്ചിട്ട് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഞാനിവിടെ എഴുതിയിരിക്കുന്നത് ജംഗിൾ ബുക്കിൻ്റെ ഒരു കുറിപ്പാണ്. കുട്ടികളുടെ സാഹിത്യം ആയതുകൊണ്ടാണ് ജംഗിൾ ബുക്ക് എടുത്തത്. ജംഗിൾ ബുക്കിൻ്റെ കഥ എന്താണെന്ന് നമുക്കറിയാം അല്ലേ. ജംഗിൾ ബുക്കിൻ്റെ മൂവി ഉണ്ട്, 2 സിനിമകൾ ഉണ്ട്, ഒരു കാർട്ടൂൺ സിനിമയുണ്ട്, ഒരു ഡിസ്നിയുടെ ഒരു റിയലിസ്റ്റിക് മൂവി ഉണ്ട്. അപ്പം അത് കാണുക പറ്റുന്ന ആൾക്കാർ, നല്ലൊരു സിനിമയാണ്. അതുപോലെ ജംഗിൾ ബുക്ക് കിട്ടിയാൽ വായിച്ചിട്ട് ഒരു കുറിപ്പ് എഴുതാൻ ശ്രമിക്കുക. ഞാനിവിടെ എഴുതിയിട്ടുള്ള കുറിപ്പ്. Maina the curious girl from our story keeps a diary to record her adventure and thoughts. A part of it get wet in the rain and can't be read. അപ്പോൾ മൈനക്കൊരു ഡയറി ഉണ്ട്. ഈ ഡയറി മഴയത്ത് നനഞ്ഞു പോയി. അപ്പോൾ ഡയറിയിൽ എന്താ എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ, അവള് ഒരു ദിവസം മഴ പെയ്ത ദിവസമായിരുന്നു. അന്ന് ഇവള് പുഴക്കരയിൽ പോയി. പുഴക്കരയിൽ ചെന്നപ്പോൾ അവിടെ ഒരു ആൺകുട്ടി കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ ബാക്കി എന്തായിരിക്കും നമ്മൾ ഊഹിച്ചെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാൻ ഊഹിച്ചത് ആ കുട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന എന്തോ ഒരു ടോയ് അവിടെ വെള്ളത്തിൽ പോയി, പുഴയിൽ വീണുപോയി. അപ്പം അത് എടുക്കാൻ വേണ്ടി പറ്റിയില്ല, അതുകൊണ്ടാണ് കരഞ്ഞത്. അപ്പം മയന എന്ത് ചെയ്യും, അവനെ ഹെൽപ്പ് ചെയ്യും, ആ ടോയ് കണ്ടുപിടിച്ച് കൊടുക്കും. എന്നിട്ട് അവർ രണ്ടുപേരും കൂടി കുറച്ച് സമയം അവിടെ ഇരുന്ന് കളിക്കും. കളിച്ച് കഴിഞ്ഞിട്ട് മഴ പെയ്യാറാവുമ്പോഴത്തേക്കും, മഴ പെയ്യുമെന്ന് തോന്നുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ എന്ത് ചെയ്യും, രണ്ടുപേരും സന്തോഷത്തോടെ അവിടെ നിന്ന് പിരിയും. അങ്ങനെ അതാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. നമുക്ക് ഭാവനക്കനുസരിച്ചിട്ട് എന്ത് വേണ്ടോ എഴുതും. One day, Moina's teacher took the class for a nature walk and the children were very happy. Look at the picture carefully and describe what you see and what you feel about it. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതാനാണ് ഈ ഒരു പിക്ചറിനെ പറ്റി. ടീച്ചറും കുട്ടികളും കൂടി ഒരു നേച്ചർ വാക്കിൽ പോകുന്നതാണ്. അപ്പോൾ ആ ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതാൻ പറഞ്ഞിട്ട്, വാട്ട് ഡു യു സീ ഇൻ ദ പിക്ചർ. പിക്ചറിൽ എന്തൊക്കെയാണ് കാണുന്നത്? ഒരു കാട് കാണുന്നുണ്ട്, ഒരു മല കാണുന്നുണ്ട്, ഒരു പുഴ കാണുന്നുണ്ട്, കുറേ മരങ്ങൾ കാണുന്നുണ്ട്, കുറേ പക്ഷികളെ കാണുന്നുണ്ട്, കുറേ വൈൽഡ് ഫ്ലവേഴ്സ് കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ അതെല്ലാം എഴുതും. ഹൗ ഡു ദ ട്രീസ്. ഇപ്പോൾ മരങ്ങൾ എങ്ങനെയായിരിക്കുന്നത്? മരങ്ങൾ ഒരു കാനോപ്പി പോലെയാണ്, ഒരു മേൽക്കൂര പോലെ തീർക്കുന്നുണ്ട്. ഒരു വളരെ ഉയരം കൂടിയ മരങ്ങളാണ്, ഫുൾ പച്ചപ്പാണ്. ഇതൊക്കെ നമുക്ക് എഴുതാം. ആർ ദെയർ എനി ഫ്ലവേഴ്സ്. പൂക്കളുണ്ടോ? പൂക്കളുടെ കളർ എന്തെല്ലാമാണ്? അതൊക്കെ എഴുതാം. നല്ല ഭംഗിയുള്ള കുറേ പൂക്കൾ എഴുതാം. ദെർ ആർ മെനി ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ്, ഡിഫറെൻറ്റ് കളർ ഫ്ലവേഴ്സ്, വയലറ്റ്, പിങ്ക്, റെഡ്, ബ്ലൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കളേഴ്സൊക്കെ എഴുതാം.
ഇനി ഹൗ ഡു ദ ചിൽഡ്രൻ ഫീൽ? ആർ ദേ ഹാപ്പി, എക്സൈറ്റഡ് ആൻഡ് ക്യൂരിയസ്? കുട്ടികൾക്ക് സന്തോഷമാണോ, അവർ ഉത്കണ്ഠാകുലരാണോ, അവർ ആകാംക്ഷയോടെയാണോ നടക്കുന്നത്? അപ്പോൾ അതൊക്കെ നമുക്ക് ദേ ആർ ഹാപ്പി, ക്യൂരിയസ് ആൻഡ് ദേ ആർ എക്സൈറ്റഡ് എന്നൊക്കെ നമുക്ക് എഴുതാം. ഡു യു സീ എനി അനിമൽസ് ഓർ മൃഗങ്ങളെയോ പക്ഷികളെയോ ഒക്കെ കാണുന്നുണ്ടോ? അപ്പോൾ പക്ഷികളെ കാണുന്നുണ്ട്. ദർ ആർ മെനി ബേർഡ്സ് ഓൺ ദ ട്രീ chirping around, flying and chirping around എന്നൊക്കെ എഴുതാം. പിന്നെ നമുക്ക് they saw a squirrel, ഒരു അണ്ണാനെ കണ്ടു എന്നൊക്കെ നമുക്ക് എഴുതാൻ വേണമെങ്കിൽ. ടീച്ചറും കുട്ടികളുമാണ് നടക്കുന്നതൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അതിന് മുമ്പുള്ളത് എഴുതാം. ഞാൻ ഇതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതിയിട്ടുണ്ട്, അത് ഞാൻ ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്യാം. റൈറ്റ് എ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ പിക്ചർ, യു മേ കൺസിഡർ ദ ഫോളോയിങ് പോയിന്റ്സ് വെൽ ആയിട്ട് ഡിസ്ക്രിപ്ഷൻ. താഴെ ഒരു ഡിസ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട്, ഒരു പിക്ചർ തന്നിട്ടുണ്ട്, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എഴുതാനാണ്. ഒബ്സർവ് ദ പിക്ചർ കെയർഫുള്ളി, ഫോക്കസ് ഓൺ ദ തീം, തീമിൽ ഫോക്കസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. കോൺസെൻട്രേറ്റ് ഓൺ ദ കീ ഡീറ്റെയിൽസ്, ഡിസ്ക്രൈബ് ദ ഒബ്ജക്ട് ആൻഡ് പീപ്പിൾ, അറേഞ്ച് ദം ഇൻ സീക്വൻസ്. ഒബ്ജക്ട്സ് ഡിസ്ക്രൈബ് ചെയ്യുക, പീപ്പിളിനെ ഡിസ്ക്രൈബ് ചെയ്യുക, അതിനൊക്കെ സീക്വൻസിൽ അറേഞ്ച് ചെയ്യുക, ഇതൊക്കെയാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ പിക്ചറിൽ എന്തൊക്കെയുള്ളത്? താറാവിൻ്റെ ഒരു കൂട്ടമുണ്ട്, ഒരാൾ തോണി കടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഒരു ചേച്ചി, ഒരു സ്ത്രീ അവിടെ നിന്ന് അലക്കുന്നുണ്ട്, ഒരു സ്ത്രീ നടന്നു പോകുന്നുണ്ട്, കുറേ കുട്ടികൾ അവിടെ പുഴയിൽ കുളിക്കുകയോ കളിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു പുഴയുടെ ഒരു ബാങ്ക്, റിവർ ബാങ്കാണ് കാണിച്ചിരിക്കുന്നത്, പുഴക്കരയാണ് കാണിച്ചിട്ടുള്ളത്. കോക്കനട്ട് ട്രീസ് ഉണ്ട്, ഒരു പൊന്മാൻ ഇങ്ങനെ വെള്ളത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം കൂടി നമുക്ക് ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതാം. ഞാൻ എഴുതിയിട്ടുണ്ട്, ഇതിനോടൊപ്പം അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും ബൈ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.